ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു ദുആ അങ്ങ് പഠിപ്പിച്ചു തരണം. ആ ദുആ എനിക്ക് എപ്പോഴും എൻ്റെ റബ്ബിനോട് ചോദിക്കാനുള്ള ദുആയാവണം. എനിക്ക് നിസ്കാരത്തിലും അത് ചോദിക്കാം, മറ്റു സമയത്തും എനിക്ക് എൻ്റെ റബ്ബിനോട് ചോദിക്കാലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടക്കുന്ന ഉറ്റ സ്നേഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നാവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു ദുആ. ആ ദുആ ഏതായിരുന്നു? അബൂബക്കറെ, നീ എന്നെ വിളിച്ചോളണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ ഏതെങ്കിലും നാട്ടിലേക്ക് യാത്ര പോകുമ്പോ നിനക്ക് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ, ഞാൻ മരിച്ചാലും എന്നെ വിളിച്ചോ. അതല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അബൂബക്കറെ, നീ പ്രകാരം പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഞാൻ എന്തിനാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഓർമ്മപ്പെടുത്തിയത്? അബൂബക്കർ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗ്ഗത്തിലാണെന്ന് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരൂ എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്തിയ ദുആയല്ലേ പഠിപ്പിച്ചു കൊടുക്കുക. ആ ദുആയിൽ പറയുന്നത് എന്താണ്? അബൂബക്കറെ, നീ പ്രകാരം പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചവനാണ്. എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. കാരണം നീ അല്ലാതെ പാപം പൊറുക്കുന്നവനില്ല. നീയാണല്ലോ എല്ലാ പാപങ്ങളും പൊറുക്കാൻ കഴിവുള്ളവൻ. നീയാണല്ലോ ഏറെ കാരുണ്യമുള്ളവനും റഹീമുമായവൻ. നീ മാത്രമാണല്ലോ. നോക്കണം നിങ്ങൾ, നമ്മൾ പാപം ചെയ്താൽ നമ്മൾ മനുഷ്യരല്ലേ? ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ ജനങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂല് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ ലോകത്ത് എല്ലാവർക്കും അത് മാതൃകയാണ്. നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാലോ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ നബിമാരല്ലല്ലോ. നബിമാരിൽ നിന്ന് അബദ്ധങ്ങൾ വരാതെ അള്ളാന്റെ കാവല് കിട്ടുന്ന മഹാന്മാരാണ്. അമ്പിയാക്കന്മാരിൽ നിന്ന് വലിയ പാപങ്ങളൊന്നും സംഭവിക്കൂല. കാരണം എന്താണ്? അവർക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാകും. നമുക്കങ്ങനെ കാവലില്ലാത്ത സാധാരണ മനുഷ്യരല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ, നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങൾ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ട് നമ്മൾ വഴിതെറ്റിപ്പോയാൽ നമ്മൾ ഖേദിച്ച് മടങ്ങേണ്ടത് ആരിലേക്കാണ്? പാപം പുറത്തു തരണേ എന്ന് നമ്മൾ കേണ് പറയേണ്ടത് ആരോടാണ്? മുത്ത മുസ്തഫ പഠിപ്പിച്ചു കൊടുക്കുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. ലോകത്തിന് പഠിപ്പിക്കുകയാണ്, പാപങ്ങളും തെറ്റുകുറ്റങ്ങളും വന്നുപോയ ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങൾ തേടേണ്ടത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് മാത്രമാണ്. കാരണം ആ റബ്ബിനെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ചില ആളുകൾ ഇതാ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളോട്. ഇവര് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പാപം പൊറുക്കണേ എന്ന് പറയാത്ത ടീമാണ്. അതുകൊണ്ട് അവരുടെ പള്ളിയിലേക്ക് പോകരുത്, അവരുടെ പ്രസംഗം കേൾക്കരുത്. ഇവർക്ക് മുത്തുനബിയോട് വെറുപ്പാണ്, ഇവർക്ക് മുത്തുനബിയോട് സ്നേഹമില്ല, ഇവർക്ക് ഔലിയാക്കളോട് സ്നേഹമില്ല. എന്താണ് അവർ പറയുന്ന കാരണം? ഇവർ നബിയോടോ ഔലിയാക്കന്മാരോടോ ഒന്നും വിളിച്ചിട്ട് ഞങ്ങളുടെ പാപം പൊറുക്കണേ എന്ന് നബിമാരോടോ നബിയോടോ ഔലിയാക്കളോടോ തേടാൻ പാടില്ലെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അവരോടൊന്നും സ്നേഹമില്ല എന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ പാപം പൊറുക്കണമെങ്കിൽ അള്ളാഹുവിനോട് നേരിട്ട് പറയാൻ പാടില്ലായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ നേതാവ് റബ്ബിനോട് നേരിട്ട് പാപമോചനത്തിന് വേണ്ടി തേടിക്കോ അബൂബക്കറേ എന്ന ആശയമുള്ള ദുആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നോ? ശരിക്കും നിങ്ങൾ ആലോചിക്ക്. ബുദ്ധിയുള്ളവരല്ലേ നമ്മൾ.
നമുക്കിവിടെ ആരോടും വഴക്കില്ലല്ലോ, വാശിയില്ലല്ലോ. ഈ പറയുന്നതൊക്കെ ദീനല്ലേ? അബദ്ധങ്ങൾ സംഭവിച്ചാൽ നമ്മൾ അള്ളാഹുവിനോടാണ് പറയേണ്ടത്, റബ്ബേ പുറത്തു തരണം, റബ്ബേ നീ മാപ്പാക്കണം. നമ്മൾ എത്രയാണ് റമദാനിലും അല്ലാത്ത കാലത്തുമൊക്കെ പാതിരാവുകളിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോടല്ലേ നമ്മൾ കരഞ്ഞു പറയാറുള്ളത്, റബ്ബേ പാപങ്ങൾ പൊറുക്കുന്നവനായ റബ്ബേ, എൻ്റെ ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും നീ പൊറുത്തു തരണേ അല്ലാ. ഇതല്ലേ പ്രിയമുള്ളവരെ നമ്മൾ തേടാറുള്ളത്. ഞാൻ എന്തിനാ ഇത് സൂചിപ്പിക്കുന്നത്? ഈ കാര്യത്തിൽ പോലും നമ്മെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ? അവർ നബിയോട് തേടൂല. ഇവരാകട്ടെ അവർ സമൂഹത്തോട് പറയുന്നത്, പാപം നമ്മൾ ചെയ്താൽ ആ പാപം പുറത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടുത്തെ ഖബറുണ്ട്. ആ മദീനയിൽ പോയിട്ടോ ഇനി പോകാൻ കഴിയാത്തവര് അവരവരുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും പള്ളികളിൽ വെച്ചിട്ടുമൊക്കെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു നബിയേ, എണ്ണമറ്റ പാപങ്ങൾ ചെയ്തയാളാണ് ഞാൻ നബിയേ, ഞാൻ അങ്ങയോട് അവലാതി പറയുകയാണ്, എൻ്റെ പാപം പൊറുക്കണേ എന്ന് നബി തങ്ങളോട് വിളിച്ച് തേടാത്ത ആളുകളൊക്കെ മുനാഫിക്കുകളാണ്. അവരൊക്കെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തായ പുത്തൻവാദികളാണ്. അവർ പിഴച്ചവരാണ്, പിഴപ്പിക്കുന്നവരാണ്. ഇതെങ്ങനെ ശരിയാകും? അതല്ലേ അവർ മൗലിദിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതേറി ഞാൻ അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. അവരുടേതായ പള്ളികളിൽ വെച്ച് അവർ ഈ മങ്കൂസ് മൗലീദ് ഓതുമ്പോ, വീടുകളിൽ വെച്ച് അവർ നബിദിനത്തിനും അല്ലാതെയും റബീഉൽ അവ്വലിലും അല്ലാതെയും ഒക്കെ ഈ മൗലീദ് ഓതുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് പറയുന്നു, അള്ളാന്റെ റസൂലിനെ ബഹുമാനിക്കാൻ എന്ന പേരിൽ ഒരു തലയണ വെച്ച് അതിന്മേൽ മറ്റൊരു വെള്ളമുണ്ടും വിരിച്ച് അതിന്മേൽ മൗലിദ് കിതാബും നിവർത്തി വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്, നബിയേ എണ്ണമറ്റ പാപങ്ങൾ ചെയ്തവനാണ് ഞാൻ, എണ്ണമറ്റ ദോഷങ്ങൾ ചെയ്തവളാണ് ഞാൻ. മുത്തുനബിയേ, ഞാനതിൻ്റെ പരിഹാരത്തിന് വേണ്ടി, എൻ്റെ പാപം പുറത്ത് കിട്ടാൻ വേണ്ടി ഞാനിതാ അങ്ങയോട് പരാതി പറയുന്നു, ആവലാതി ബോധിപ്പിക്കുന്നു എന്നും പറഞ്ഞ് നബി തങ്ങളെ വിളിച്ച് തേടുന്ന വരിയാണ് മങ്കൂസ് മൗലിദിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മുത്ത് മുസ്തഫായെ മദ്ഹ് പറയലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ആശയത്തിന് വിരുദ്ധമായ കാര്യമാണ് അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഞാൻ ഈ ഉദാഹരണം പറയുന്നത്? പലപ്പോഴും നബിയോട് സ്നേഹമില്ലാത്ത വിഭാഗമാണെന്ന് നമുക്ക് ആരോപണം കേൾക്കേണ്ടി വരുന്നുണ്ട്. നാടൊട്ടാകെ അത് പറയുന്നുണ്ട്. യാത്രകൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പല വിഭാഗം ആളുകളും നടത്തുമ്പോ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ വെച്ച് മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ച് പറയുന്നു, അവർക്ക് നബിയോട് വെറുപ്പാണ്, അവർക്ക് നബിയോട് ബഹുമാനമില്ലാത്ത ആളുകളാണ്. എന്താ നമുക്കുള്ള അതിനുള്ള കാരണം പറയുന്നത്? നമ്മൾ പാപം പുറത്ത് കിട്ടാൻ അള്ളാഹുവിനോട് മാത്രമാണ് തേടാറുള്ളത്. അത് മുത്ത് മുസ്തഫ പഠിപ്പിച്ചതാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. നിസ്കാരത്തിൽ നമ്മളൊക്കെ സലാം വീട്ടുന്നതിന്റെ മുമ്പ് അത്തഹിയാത്ത് ചൊല്ലുമ്പോ പാപം പുറത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദുആ നമ്മൾ അവിടെയും ചൊല്ലുന്നില്ലേ?